പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു തർക്കം കൂടി ഉണ്ട്. അത് എറണാകുളത്ത് നിന്ന് ആ വാർത്തയിലേക്ക് കടക്കാം. എം ലോറൻസിൻ്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ ആകില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നീട്ടാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് നടപടി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ, കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രിൻസിപ്പളിന് ഒരു തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതെന്താണ് ഇങ്ങനെ വീണ്ടും ആ പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ട എന്ന നിലയിലേക്ക് കോടതി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കാരണം? മനുഭരത്, അതിനുശേഷം അതായത് കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത ശേഷം ഒരു ഉപദേശക സമിതിയെ രൂപീകരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അത് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ചെയ്തത്. അതിലാണ് അപാകത ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ മകളുടെയും അതായത് ആശാ ലോറൻസിന്റെയും മറ്റു രണ്ട് മക്കളായ സുജാതയുടെയും സജീവന്റെയും അഭിപ്രായം കേട്ട ശേഷം വേണം ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാനെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ആശ മാത്രമാണ് ആ സമയത്ത് ഇങ്ങനെ അതായത് എം ലോറൻസിന്റെ മൃതദേഹം തന്റെ മതാചാര പ്രകാരം സംസ്കരിക്കാൻ വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്തരം ബൈബിളും അല്ലെങ്കിൽ മതാചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ആശാ ലോറൻസ് എന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനുശേഷമാണ് കോടതി ഇത്തരത്തിൽ അതായത് ആശയുടെ താല്പര്യം മാനിക്കണം, മൃതദേഹം നൽകാൻ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, അത് ഇത്തരത്തിൽ മക്കളോട് ചോദിച്ച ശേഷം മാത്രം മതിയെന്നായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ ഈ ഉപദേശക സമിതി രൂപീകരിക്കുകയും ഈ മകൾ സുജാതയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സജീവൻ അവസാന കാലഘട്ടത്തിൽ ലോറൻസിനൊപ്പം ഉണ്ടായത് സജീവനായിരുന്നു. സജീവന്റെയും മറ്റ് രണ്ട് ബന്ധുക്കളായ സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കാമെന്നൊരു അന്തിമ തീരുമാനത്തിൽ എത്തുന്ന അത്തരത്തിലാണ് മൃതദേഹം ഏറ്റെടുക്കാം അതായത് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതിലാണ് ഈ ഉപദേശക സമിതിയെ സ്വാധീനിക്കപ്പെട്ടു. CPM-ന്റെ ഉന്നതതല നേതാക്കൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പാർട്ടി നിയോഗിച്ച ആളുകളാണ് ഈ ഉപദേശക സമിതിയെ നിയന്ത്രിക്കുന്നത് എന്ന് കാട്ടി ആശാ ലോറൻസ് വീണ്ടും കോടതിയിലെത്തുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്ന ഹർജിയിൽ ഇന്നത്തേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുന്നത്. തുടർന്ന് ഇന്നും അതേ കാര്യം തന്നെയായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. കാരണം ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് അതായത് മെഡിക്കൽ സൂപ്രണ്ടിനോട് അതായത് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ ഇവരുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്ന്. അങ്ങനെ അവരുമായി ചർച്ച നടത്തി അവരെ ഒരു കൂട്ടായ തീരുമാനത്തിൽ എത്തിക്കാൻ, അവരെ എല്ലാം അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സമന്വയത്തിൻ്റെ പാതയിൽ എത്തിക്കാൻ സാധിക്കുമോ? അവർക്കിടയിൽ അങ്ങനെ ഒരു സംസാരത്തിനൊക്കെ ഉള്ളൊരു സ്കോപ്പുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് ആജ്ഞയ്ക്ക് തോന്നുന്നു? ഒപ്പം തന്നെ ഈ പ്രശ്നം അത് കുറെ കൂടി രമ്യമായി പരിഹരിക്കാനുള്ള എന്തെങ്കിലും വഴികൾ ഇപ്പോഴും അവർക്ക് മുന്നിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് ജീവിച്ച് മരിച്ച ആൾ തന്നെയാണ് എം ലോറൻസ്. അദ്ദേഹം ഇപ്പോഴും അതായത് മരിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന ടാഗ്ലൈനോട് കൂടി തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ജ്യോതിമസം മുതൽ ഇങ്ങോട്ടാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചു തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്ന് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാത്രമല്ല, മുതിർന്ന അതായത് പൊളിറ്റിക്കലായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളൊക്കെയും ഇത്തരത്തിൽ തങ്ങളുടെ ബോഡി മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന് വാശി പിടിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ആ കാര്യം തന്നെയാണ് എം ലോറൻസിന്റെ കാര്യത്തിൽ. അദ്ദേഹം ഇങ്ങനെ വാക്കാൽ പറഞ്ഞു എന്നല്ലാതെ ഉടമ്പടികളൊന്നും കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ല് തയ്യാറാക്കിയത് കാണിക്കാൻ മക്കൾക്കായില്ല. അവിടെയാണ് ഈ ML സജീവൻ അതുപോലെ ML സുജാതയും പരാജയപ്പെട്ടു പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇക്കാര്യത്തിൽ അതായത് 21-ാം തീയതിയാണ് എം ലോറൻസ് അന്തരിക്കുന്നത്. 23-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങനെ മെഡിക്കൽ കോളേജിന് കൈമാറുന്ന ചടങ്ങ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. ആ 4 മണിക്ക് അതിനു മുൻപായിട്ടാണ് ഈ മക്കൾ
ആശാ ലോറൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മതാചാര പ്രകാരം തന്നെ അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കണം. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന ആൾ അദ്ദേഹത്തിന് ബൈബിൾ ഓതി കൊടുത്തിരുന്നു. തങ്ങളുടെ 4 മക്കളുടെയും വിവാഹം നടത്തി കൊടുത്തത് മതാചാര പ്രകാരമായിരുന്നു. ചെറുമക്കളുടെ എല്ലാം മാമോദിസ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് മതാചാര പ്രകാരമാണ്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അദ്ദേഹം അർഹിക്കുന്നില്ല എന്ന് കാണിച്ചായിരുന്നു ആശാ ലോറൻസ് ഹൈക്കോടതി ഹർജിയുമായി പോയത്. ആ ഹർജിയെ പരിഗണിച്ചാണ് ജസ്റ്റിസ് BG അരുൺ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുന്നത്. ആശയുടെ കൂടി കൺസേൺ അറിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രത്യേകിച്ചും അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇപ്പോൾ ആശ ഉന്നയിക്കുന്ന ആവശ്യവും ഈ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പലിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ആൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ആകെ വെച്ചിരിക്കുന്ന ആവശ്യവും അങ്ങനെയാണ്. അതായത് ഈ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ അതിൽ ഒരു ഉപദേശക സമിതി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ മക്കൾ 3 പേരെയും, ഒരാൾ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന 3 പേരെയാണ്, അത് ആശ, സുജാത, സജീവൻ. സുജാതയോട് ചോദിച്ചപ്പോൾ സുജാതയ്ക്ക് ഇതുമായി കൃത്യമായി നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വേണം എന്ന്. അതേസമയം സജീവൻ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഈ സജീവനാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ലോറൻസ് പറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2 സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നത്. വൈദ്യ പഠനത്തിന് MM ലോറൻസിന്റെ മൃതദേഹം ഏതായാലും ഇത് 2 പേരും ഇതിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതായിരിക്കും അത് ഏറ്റവും നല്ലൊരു കാര്യം ശ്രീ MM ലോറൻസിന് ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ ഇടത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും വളരെ ആദരിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ഇങ്ങനെയൊരു തർക്കം കാണാൻ ഈ കേരളം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. അതിൽ നിയമ നടപടികൾ എങ്ങനെയായിക്കോട്ടെ, പക്ഷേ സമന്വയത്തിൻ്റെ പാതയിൽ എത്താൻ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞേ മതിയാകൂ എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി